സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ സജീവം. IPS തലപ്പത്ത് വീണ്ടും അഴിച്ചുപണിക്ക് സാധ്യത. DGP സ്ഥാനക്കയറ്റത്തിലേക്കുള്ള പട്ടികയിൽ യോഗേഷ് ഗുപ്ത ഉൾപ്പെടെ 3 പേരുകൾ സജീവം. PP ദിവ്യക്കെതിരെ വിജിലൻസ് സ്വീകരിച്ച നടപടികൾ CPMന്റെ അതൃപ്തി മറികടന്ന് യോഗേഷ് ഗുപ്തയെ DGP സ്ഥാനത്തേക്ക് സർക്കാർ എത്തിക്കുമോ എന്നതും പ്രധാന വിഷയമാണ്. ടിൻഡു ദാസ് ചേരുന്ന വിവരങ്ങളുമായി. ടിൻഡു, എന്താണ് ഈ സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്? ജൂൺ 30-ാം തീയതി സംസ്ഥാന പോലീസ് മേധാവി വിരമിക്കും. ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നതിൻ്റെ ഒഴിവിലേക്ക്, അല്ലെങ്കിൽ ആ ഒഴിവിലേക്ക് വരാനായിട്ട് പ്രധാനമായും പട്ടികയിലുള്ളത് 3 പേരാണ്. ഏറ്റവും മുതിർന്ന റവാഡ ചന്ദ്രശേഖർ, നിതിൻ അഗർവാൾ, അതോടൊപ്പം തന്നെ യോഗേഷ് ഗുപ്ത. സംസ്ഥാനത്ത് കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ 2 പ്രാവശ്യമാണ് IS തലപ്പത്ത് അഴിച്ചുപണി നടന്നത്. കേന്ദ്രം നിർദ്ദേശിക്കുന്ന പട്ടികയിൽ യോഗേഷ് ഗുപ്ത ഉൾപ്പെടെയുള്ളവരുടെ പേര് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അങ്ങനെ ഉണ്ടാകുമെങ്കിൽ യോഗേഷ് ഗുപ്തയെ ഈ DGP സ്ഥാനത്തേക്ക് പരിഗണിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റവാഡ ചന്ദ്രശേഖർ നമുക്കറിയാം, IBയുടെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരാണ് റവാഡ ചന്ദ്രശേഖർ. അതോടൊപ്പം തന്നെ നിതിൻ അഗർവാൾ കേരള കേഡറ്റിലെ ഏറ്റവും മുതിർന്ന, അല്ലെങ്കിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരും. അപ്പോൾ ഇവരുടെ 3 പേരുടെയും പേര് പട്ടികകളിൽ ഉയർന്നു വരുമ്പോൾ യോഗേഷ് ഗുപ്തയുടെ പേരാണ് ഏറ്റവും കൂടുതൽ, പ്രവൃത്തി പരിചയത്തിന്റെ പേരിലും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കാലം ജോലി ചെയ്തതിൻ്റെയൊക്കെ പേരുള്ള യോഗേഷ് ഗുപ്തയുടെ പേരാണ് ഏറ്റവും മുന്നിൽ വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യോഗേഷ് ഗുപ്ത വിജിലൻസിന്റെ മേധാവിയായിരിക്കുന്ന സമയത്താണ് കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള PP ദിവ്യക്കെതിരെയുള്ള വിജിലൻസിന്റെ അഴിമതി ആരോപണവും വിജിലൻസിൽ അന്വേഷണവും വരുന്നത്. PP ദിവ്യക്കെതിരെ ചില നടപടികളൊക്കെ യോഗേഷ് ഗുപ്ത വിജിലൻസ് മേധാവിയായിരിക്കുന്ന സമയത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഉൾപ്പെടെ വളരെ കർക്കശമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും അത് CPMൽ വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ CPMന്റെ അതൃപ്തിയെ മറികടന്നുകൊണ്ട് യോഗേഷ് ഗുപ്തയെ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സർക്കാരിന് കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 2 പ്രാവശ്യം IPS തലപ്പത്ത് ഒരു സുപ്രധാനമായിട്ടുള്ള അഴിച്ചുപണി വന്നത്. വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്തയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടേക്ക് മനോജ് എബ്രഹാമിനെ കൊണ്ടുവരുന്നു. പിന്നീട് മനോജ് എബ്രഹാമിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. പിന്നീട് യോഗേഷ് ഗുപ്തയെ വീണ്ടും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത്തരത്തിലൊരു ആശയക്കുഴപ്പമൊക്കെ നിലനിന്നിരുന്നു. കേന്ദ്രം, അതായത് ജൂൺ 30-ാം തീയതിയാണ് ഇത്തരത്തിൽ DGPയുടെ കാലാവധി അവസാനിക്കുന്നത്. ഇതിന് ഒരാഴ്ച മുന്നേ തന്നെ പട്ടികകൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു പട്ടികകൾ നൽകുന്ന സമയത്ത് ഇത്തരത്തിൽ CPMന്റെ തീരുമാനത്തെ, CPMന്റെ അതൃപ്തിയൊക്കെ മറികടന്നുകൊണ്ട് യോഗേഷ് ഗുപ്തയെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുമോ എന്നത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് PP ദിവ്യക്കെതിരായിട്ടുള്ള ആരോപണവും നവീൻ ബാബുവിൻ്റെ മരണവും അഴിമതി ആരോപണവും ഒക്കെ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പാർട്ടി പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് തീർച്ചയായിട്ടും PP ദിവ്യക്കൊപ്പമായിരുന്നു നിന്നത്. ആ ഘട്ടത്തിലാണ് ഇവർക്കെതിരെ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്നതൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ യോഗേഷ് ഗുപ്തയെ, അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന, അല്ലെങ്കിൽ ഏറ്റവും പരിചയസമ്പന്നനായിട്ടുള്ള യോഗേഷ് ഗുപ്തയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് പാർട്ടിയുടെ മുൻപിൽ ഒരു വലിയൊരു ചോദ്യചിഹ്നവും പ്രതിസന്ധിയായിട്ട് തന്നെ തുടരും. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് തന്നെയാണ് ഒരുപക്ഷെ ഇനി ഈ ആഴ്ചയ്ക്കുള്ളിൽ 3ാമതൊരു അഴിച്ചുപണിയും IPS തലപ്പത്ത് ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യോഗേഷ് ഗുപ്ത കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യോഗേഷ് ഗുപ്തയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ രീതിയിലുള്ള ആശങ്ക സർക്കാരിന് ഉണ്ടാകില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വീണ. ശരി ടിൻഡു.